തരാമേ എമിഷൻ സ്പെക്ട്രം. ഒരു ഡോട്ട് എഴുതിക്കോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് bright lines separated from each other by dark spaces produced by excited atoms corresponding to specific wavelength. അടുത്തത് no two elements give same pattern of spectral line. ഇതാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. ഈ എമിഷൻ ഇപ്പൊ അബ്സോർപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ സാധിക്കുന്നു. ഇപ്പൊ അങ്ങനെയാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. എമിഷൻ സ്പെക്ട്രം കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. എമിഷൻ സ്പെക്ട്രം ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ കൺസെപ്റ്റും പറയുന്നത് ഇനി അങ്ങോട്ടേക്കുള്ളത്. സ്പെക്ട്രൽ ലൈൻസ് ആണെങ്കിലും ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആണെങ്കിലും ഈ ബോറിന്റെ മോഡലിന്റെ ഒരു ബേസ് ആണെങ്കിലും ഒക്കെ പറയുന്ന എമിഷൻ സ്പെക്ട്ര വെച്ചിട്ടാണ് അവരിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എമിഷൻ സ്പെക്ട്രം എന്താണെന്നുള്ള കാര്യം പഠിക്കണം. ഞാൻ ഒരു ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാമല്ലോ ഒരു ഹൈഡ്രജൻ ആറ്റം എങ്ങനെയായിരിക്കും. നിങ്ങൾ വരയ്ക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം. ഒരു ഹൈഡ്രജൻ ആറ്റം ഇതേണ്ട, അതിന്റെ ന്യൂക്ലിയസ് ഹൈഡ്രജൻ ഇങ്ങനെ, അതിന്റെ ചുറ്റിനും ഒരു ഷെല്ല്, അതിനകത്ത് ഒരു ഇലക്ട്രോൺ. ഇതാണല്ലോ ഹൈഡ്രജൻ ആറ്റം. ആണോ അർച്ചിത? ഓക്കെ. എന്നാൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഹൈഡ്രജൻ ഒരു ഷെല്ല് മാത്രമല്ല ഉള്ളത്. ഹൈഡ്രജൻ എന്നല്ല, എല്ലാ എലമെന്റുകൾക്കും അതിന്റെ പെർമിറ്റഡ് ഷെല്ല് മാത്രമല്ല ഉള്ളത്. അതിന് മുകളിലോട്ട് ഇങ്ങനെ കുറേ ഷെല്ലുകൾ. ഇപ്പൊ ഹൈഡ്രജൻ ആണെങ്കിൽ കെ ഷെല്ലിൽ മാത്രമേ ഇലക്ട്രോൺ ഉള്ളെന്നുള്ളൂ. അതിന് വെളിയിൽ എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്, ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ടുള്ള കുറേ ഷെല്ലുകൾ ഇങ്ങനെ കിടപ്പുണ്ടെന്നുള്ള കാര്യം അസ്യൂം ചെയ്യണം. ഓക്കെ, അങ്ങനെ ഓരോരുത്തർക്കും. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാം. ഈ ഇലക്ട്രോണിനാണല്ലോ എന്ത് ചെയ്തത്? എനർജി, വെളിയിൽ നിന്ന് വന്ന എനർജി അബ്സോർബ് ചെയ്തത്. ഓക്കെ, ഓൾറെഡി ഓരോ ഷെല്ലിൽ കറങ്ങുമ്പോൾ ആ ഷെല്ലിന് എനർജി ഉണ്ട്. ഇതിന് ചിലപ്പം ഈ ഷെല്ലിന് ചിലപ്പം 100 ജൂൾ ആയിരിക്കും, അടുത്ത ഷെല്ലിന് ചിലപ്പം 150 ജൂൾ ആയിരിക്കും, അടുത്ത ഷെല്ലിന് ചിലപ്പം 200 ജൂൾ ആയിരിക്കും. അപ്പോൾ ഓരോ ഷെല്ലിനും ഇലക്ട്രോൺ കറങ്ങുന്നതിന് അതിന് എനർജി ഉണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഈ ഇലക്ട്രോൺ ഇതിനകത്ത് കറങ്ങുന്നത് 100 ജൂൾ എനർജി വെച്ചിട്ടാണ്. എന്നാൽ നമ്മൾ നേരത്തെ കടത്തി വിട്ട ലൈറ്റിനകത്ത് 2-3 ലൈറ്റ് കളറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി അത് അബ്സോർബ് ചെയ്തില്ലേ? അപ്പൊ എന്തായാലും ചിലപ്പോൾ ഒരു 50 ജൂളൂടെ അല്ലെങ്കിൽ 100 ജൂളൂടെ അത് അബ്സോർബ് ചെയ്തെന്ന് വിചാരിച്ചു. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഈ ലിമിറ്റിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇത് എക്സൈറ്റ് ചെയ്തിട്ട് അതിന് എത്ര എനർജിയാണോ അബ്സോർബ് ചെയ്തത് ഇപ്പോൾ ഉള്ളത്, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമോ ആ എനർജിയുള്ള ലെവലിലേക്ക് അത് ചാടും. അതായത് ഇലക്ട്രോൺ വന്ന് ഇവിടെ ചാടും. ഓക്കെ ആണല്ലോ. അപ്പം ഇത് അബ്സോർബ് ചെയ്തിട്ട് ബാക്കി വെളിയിലോട്ട് വരുന്ന ലൈറ്റിനെയാണ് നിങ്ങൾ നേരത്തെ പ്രിസത്തിനകത്തൂടെ കടത്തി വിട്ടപ്പം അതിനകത്ത് 2-3 കളർ മിസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം എന്താണ് ഇത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഹയർ എനർജി ലെവലിൽ ഇരിക്കുക. എന്നാൽ എപ്പോഴും ഇലക്ട്രോൺ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇലക്ട്രോൺ കുറച്ച് കഴിഞ്ഞ് വീണ്ടും പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. പക്ഷെ ഇപ്പൊ ഇലക്ട്രോണിന്റെ കയ്യിൽ 200 ജൂൾ എനർജി ആയിരിക്കുന്നത്. 200 ജൂൾ എനർജിയും കൊണ്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? 100 എനർജി കളയണം. ആ കളയുന്നതിനെയാണ് എമിഷൻ എന്ന് പറയുന്നത്. ആ എമിറ്റ് ചെയ്ത ലൈറ്റിനെ നിങ്ങൾ ഒരു പ്രിസത്തിനകത്തൂടെ കടത്തി വിട്ടിട്ട് അതൊരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോളിൽ മിസ്സായ കളർ മാത്രം നിങ്ങൾക്ക് വേണ്ട ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ കാണുന്ന സ്പെക്ട്രത്തിനെയാണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇത് ആണ് ലോജിക്കൽ കൺസെപ്റ്റ്. ഇത് പക്ഷെ പടം വരയ്ക്കുന്നത് ഇങ്ങനെയല്ല. പടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ?
ഈ വരച്ചിരിക്കുന്ന ഷെല്ലുകളെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവാം. ഇത് നിങ്ങൾ വരയ്ക്കേണ്ടുന്ന പടമാണ്. ഓക്കെ, അതായത് ഞാൻ ഫസ്റ്റ് ഷെല്ലിനെ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ലാന്ന് അറിയാമല്ലോ. അതിന്റെ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന എൻ വാല്യൂ എന്ന് പറയുന്ന വാല്യൂ ആണ്. ഫസ്റ്റ് ഷെല്ലിന്റെ എൻ വാല്യൂ 1 ആണ്. അതിന്റെ എനർജി E1 ആയിരിക്കും. E1 നമുക്ക് ചുമ്മാ ഒരു 100 ജൂൾ നമുക്ക് എടുക്കാം മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, രണ്ടാമത്തെ ഷെല്ല് ഇതാണ്, അത് എൽ ഷെല്ലാണ്. എൽ ഷെല്ല് എന്താണ്, അതിന്റെ എൻ വാല്യൂ 2 ആയിരിക്കും, എപ്പോഴും ഫിക്സ്ഡ് ആണ്. എൻ വാല്യൂ ഫിക്സ്ഡ് ആണ് ഓരോന്നിന്റെ. എനർജി E2 എന്ന് എടുക്കാം. എന്തായാലും ഈ 100-നേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും, അതൊരു 150 എന്ന് എടുക്കാം. ഇത് എനർജി എടുത്തിരിക്കുന്നതൊക്കെ ചുമ്മാ ഒരു കാൽക്കുലേഷൻ ആണ് കേട്ടോ, മനസ്സിലാകാൻ വേണ്ടി. മൂന്നാമത്തെ ഷെല്ല് ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. നാലാമത്തെ ഷെല്ല് ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അതായത് മൂന്നാമത്തെ ഷെല്ല് കെ എൽ എം ഷെല്ല്, അതിന്റെ എൻ വാല്യൂ 3, അതിനൊരു E3 എനർജി ഉണ്ടാവും 200 ജൂൾ എന്ന് വിചാരിച്ചു. നാലാമത്തെ ഷെല്ല് എൻ ഷെല്ല്, അതിന്റെ എൻ വാല്യൂ 4, അതിന്റെ E4 എന്ന് പറയുന്ന എനർജി 250 ജൂൾ എന്ന് വിചാരിച്ചു. ഇങ്ങനെ കെ എൽ എം എൻ വരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അത് മാത്രമല്ലല്ലോ, കെ എൽ എം എൻ ഒ അങ്ങനെ മുകളിലോട്ട് ഒത്തിരി ഷെല്ലുകൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമുക്കറിയാലോ, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ഇതിനകത്ത് 8 ഇലക്ട്രോൺ, ഇതിനകത്ത് 18 ഇലക്ട്രോൺ, ഇതിനകത്ത് 32 ഇലക്ട്രോൺ. അപ്പൊ 32 × 42 ഇട്ടു 50, 58 രണ്ടും 60 ഇലക്ട്രോൺസ് മാത്രമുള്ള എലമെന്റുകളല്ലല്ലോ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. 118 ഇലക്ട്രോൺസ് ഉള്ള എലമെന്റ് വരെ ഇല്ലേ. അപ്പൊ എന്തായാലും ഈ ഷെല്ല് തികയത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, അപ്പം ഇത് n നമ്പർ ഓഫ് ഷെൽ ഉണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, n നമ്പർ ഓഫ് ഷെൽസ്. ഓക്കെ, പക്ഷെ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഫസ്റ്റ് ഷെല്ലിലാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എനർജി 100 ആണെന്ന് അറിയാം. നമ്മൾ നേരത്തെ കടത്തിവിട്ട ലൈറ്റ് വേവ്സിന്റെ സഹായത്തോടു കൂടി ആ ലൈറ്റ് വേവ്സിന്റെ എനർജി E=hν ആണ്. അതൊരു 100 ജൂൾ എന്ന് കൂട്ടാം. ഓക്കെ, അപ്പൊ ആ 100 ജൂള് എനർജി, അതായത് ഞാൻ പറഞ്ഞു ഇത് 100 ജൂൾ എന്ന് പറയുമ്പോൾ ലൈറ്റ് വേവ്സിനകത്ത് 7 കളറുണ്ട്. ആ 7 കളറിനകത്ത് 2 കളറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് ഇത് അബ്സോർബ് ചെയ്തത്. ആ അബ്സോർബ് ചെയ്തതിനെയാണ് 100 ജൂൾ എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ പോകും. ആ ബാക്കിയുള്ളതിനെ പ്രിസത്തിനകത്തൂടെ നിങ്ങൾ കടത്തി വിടുമ്പോഴാണ് നിങ്ങൾക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രം സ്ക്രീനിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. ഇവിടെ ഉണ്ടാകുന്നതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഓക്കെ, ഇപ്പം ഓൾറെഡി ഈ ഇലക്ട്രോൺ 100 ജൂൾ എനർജി ഉണ്ട്. കിട്ടി, അബ്സോർബ് ചെയ്തതിന്റെ കൂടെ കൂട്ടി ഒരു 100 കൂടെ ആകുമ്പോൾ ഇപ്പൊ 200 ആയി. 200 ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ലെവലിൽ ഇരിക്കാൻ പറ്റത്തില്ല. 200 ലെവലിലേക്ക് ഇത് എക്സൈറ്റ് ചെയ്യും. അതായത് ഇലക്ട്രോൺ ഇവിടെ വന്നു. ഓക്കെ, ഇവിടെ വന്നിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. പക്ഷെ പ്രശ്നം എന്താ, അബ്സോർബ് ചെയ്ത 100 എന്ത് ചെയ്യണം, എമിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വന്നാൽ മാത്രമേ താഴത്തെ ലെവലിൽ വന്നിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തതിനെ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്ത വെട്ടം നിങ്ങൾ ഈ പ്രിസത്തിനകത്തൂടെ കടത്തി വിട്ടിട്ട് സ്ക്രീനിൽ ഒബ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം മിസ്സിംഗ് ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. വയലറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബ്ലൂ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഗ്രീൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ റെഡ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഇവിടെ മിസ്സിങ് ഇൻഡിഗോയും യെല്ലോയും ആണ്. ആ മിസ് ആയിട്ടുള്ള ഇൻഡിഗോയും യെല്ലോയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. സോറി, ഇൻഡിഗോയും യെല്ലോയും നിങ്ങൾക്ക് എന്താ ഇവിടെ കാണാൻ പറ്റും. ബാക്കിയുള്ള ലൈറ്റ് കിടക്കുന്ന സ്പോട്ടുകളിലെല്ലാം ഡാർക്ക് സ്പോട്ടുകളായിരിക്കും. ഇതിനെയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ എമിറ്റ് ചെയ്ത അതിന്റെ സ്പെക്ട്രത്തെയാണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ പ്രിസം ഒക്കെ വെച്ച് മനസ്സിലാക്കാൻ പറഞ്ഞാൽ നിങ്ങളോട് അത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ, എമിഷൻ സ്പെക്ട്രം. ഇത് ഇനിയും കത്താത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു.
കത്താത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇനി നമുക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞില്ലേ, നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കണേ, എല്ലാരും ശ്രദ്ധിക്കണേ, ഇമേജ് ശ്രദ്ധിക്കണേ. നോക്കിയോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് വിശ്വസിക്കുന്നു. നോക്കിയേ, ഈ മുകളിലുള്ളത് നിങ്ങൾ കണ്ടോ? ഒരു കളർ വേറെ കളറുമായിട്ട് ഇങ്ങനെ ഇഴുകി ചേർന്നിട്ട് വയലറ്റ് തൊട്ട് ഇങ്ങോട്ട് റെഡ് വരെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ? എല്ലാരും കണ്ടോ? അഭിനവ് കണ്ടോ? അഭിനവ്, രണ്ട് അഭിനവന്മാരുണ്ട്, കണ്ടോ? ഓക്കെ, രണ്ട് അഭിനവന്മാരൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, ഇത് കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ്. ഓക്കെ, നമ്മൾ ആദ്യം പഠിപ്പിച്ചത്. എന്നാൽ ഈ ഏറ്റവും താഴത്തെ രണ്ടാമത്തെ നോക്കല്, ഏറ്റവും താഴത്തെ നോക്കിയേ. ഈ താഴത്തേനകത്ത് ചിലതിന്റെ സ്ട്രൈപ്സ് കണ്ടോ? സ്ട്രൈപ്സ് കണ്ടോ? അഭിനവേ കണ്ടോ? അപ്പൊ ആ സ്ട്രൈപ്സ് വരാൻ കാരണം എന്താ? ആ ഭാഗത്തുള്ള ആ കളറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ആ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്തത് കൊണ്ടാണ് ആ ഭാഗത്ത് കണ്ടോ, ഇവിടെ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ്, ഇവിടെ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ്, ഇവിടെ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ്, ഇവിടെ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ്. അപ്പൊ ആ ഭാഗത്തുള്ള ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയെ എന്ത് ചെയ്തു? ആ ഇലക്ട്രോൺസിനകത്തൂടെ ആ വെട്ടം കടത്തി വിട്ടപ്പോൾ ആ ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്തു. ആ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്പെക്ട്രമാണ് ഇപ്പൊ ഈ കാണുന്ന അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് വേറൊരു ഹയർ എനർജി ലെവലിലേക്ക് പോകും, കുറച്ചു നേരം അവിടെ എക്സിസ്റ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? തിരിച്ച്, നമുക്കറിയാലോ, നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് യാത്ര പോയെന്ന് പറഞ്ഞാലും തിരിച്ച് 1 മാസം കഴിഞ്ഞാലും 2 മാസം കഴിഞ്ഞാലും 3 മാസം കഴിഞ്ഞാലും എന്ത് ചെയ്യും? നമ്മൾ വീട്ടിലേക്ക് വരും. ഈവൻ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ജോലിക്ക് നമ്മൾ ഗൾഫിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും? വർഷത്തിലൊരിക്കൽ ഇവിടെ വരും. അല്ല, നമ്മൾ അമേരിക്കയിൽ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യും? വർഷത്തിൽ ഇവിടെ വരും. ശരിയല്ലേ? അപ്പം അതേപോലെ തന്നെയാണ് ഇത്. നേരെ എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്ത് ഒരു ഹയർ ലെവലിലോട്ട് പോകുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? പോയിട്ട് തിരിച്ചു വരും. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, അത് അബ്സോർബ് ചെയ്ത എനർജീനെ റേഡിയേറ്റ് ചെയ്തിട്ട് വേണം തിരിച്ചു വരാൻ, എമിറ്റ് ചെയ്തിട്ട് വേണം തിരിച്ചു വരാൻ. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ നിങ്ങൾ ഒരു പ്രിസത്തിനകത്തൂടെ പാസ് ചെയ്തിട്ട് സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ മിസ്സായ പോർഷന് കറസ്പോണ്ടിങ് കണ്ടോ? ഇവിടെ ആണ് ഒരു സ്ട്രൈപ്പ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണ്ട ഇവിടെ ഒരു കളർ കണ്ടോ? ഇവിടെ മിസ്സായത് കണ്ടോ? അവിടെ മിസ്സായ കളറൊക്കെ എമിഷൻ സ്പെക്ട്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള കളർ ഇരിക്കുന്ന എല്ലാം ഡാർക്ക് റീജിയൻ ആയിട്ടായിരിക്കും കാണുന്നത്. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഇത് എന്താണ്, വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ ഒരു ഇതിനെപ്പറ്റി പഠിക്കുന്ന ശാഖയുടെ പേര് സ്പെക്ട്രോസ്കോപ്പി എന്നാണ് കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് എഴുതുക. പിന്നെ വേറെ നമ്മൾ അതിനകത്ത് എഴുതിയപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഓരോ എലമെന്റിനും ഓരോ സ്പെക്ട്രം ആയിരിക്കും. നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ യുണീക്കാണ്. അതായത് ഹൈഡ്രജന്റെ ഈ എമിഷൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആയിരിക്കത്തില്ല സോഡിയത്തിന്, അതിന്റെ ആയിരിക്കത്തില്ല ക്ലോറിന്, അതിന്റെ ആയിരിക്കത്തില്ല മറ്റ് പല ആൾക്കാർക്ക്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ എന്താണ് സ്പെക്ട്രം വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ ആണല്ലോ. ഈ എന്താണ് പണ്ട് നമുക്ക് വലിയ എലമെന്റുകളൊന്നും, വലിയ നമ്പർ ഓഫ് എലമെന്റ്സുകളൊന്നും ഒത്തിരി കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നല്ലോ. വളരെ കുറച്ച് എലമെന്റ്സ് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ പഠിക്കാൻ എപ്പോഴും എളുപ്പം ഒരു ഇലക്ട്രോൺ ഉള്ള ഹൈഡ്രജൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബോറ് ഈ സ്പെക്ട്രം, എമിഷൻ സ്പെക്ട്രം, അബ്സോർപ്ഷൻ സ്പെക്ട്രം ഒക്കെ പഠിച്ചത് ഹൈഡ്രജൻ ആറ്റം വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൈഡ്രജൻ വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ സോഡിയം ഇതാക്കി കഴിഞ്ഞാൽ ഈ സോഡിയത്തിന്റെ എല്ലാ ഇലക്ട്രോൺസിനും ഇത് സംഭവിക്കും, അബ്സോർബ് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു സ്പെക്ട്രം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും പഠിക്കാൻ എളുപ്പം ഹൈഡ്രജൻ ആയതുകൊണ്ടാണ് ബോർ ഹൈഡ്രജൻ എടുത്ത് പഠിച്ചത്. ബാക്കിയുള്ളവരിൽ എല്ലാവരുടെയും കാര്യത്തിൽ ഇത് അപ്ലിക്കബിൾ ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ എല്ലാവർക്കും യുണീക്ക് ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക. യുണീക്ക് ആയിരിക്കും.
ഒരു ഡോട്ട് കൂടെ എഴുതിയാൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് തീരും. നോക്കിക്കോളൂ, ഒരു ഡോട്ട് ഇട്ട് എഴുതുക. ദ സ്റ്റഡി ഓഫ് എമിഷൻ or absorption spectra is referred as spectroscopy. ഒരു ഡോട്ട് ഇട്ട് ഒരു കാര്യം കൂടി എഴുതിക്കോ. when electromagnetic radiations interact with matter or atom or with atoms electrons in them absorb energy and reach to a higher energy, unstable state. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഹയർ എനർജിയിലോട്ട് പോയി കഴിഞ്ഞാൽ കുറെ നേരം ഒന്നും അവിടെ നിൽക്കത്തില്ല, തിരിച്ചു വരും അല്ലേ. അത് നിങ്ങളുടെ റിസൾട്ട് അറിയുന്ന പോലെ തന്നെ 10 അല്ലെങ്കിൽ 10 നിങ്ങളുടെ റിസൾട്ട് അറിഞ്ഞ സമയത്ത് മാർക്കുള്ളവരുടെ കാര്യം പറഞ്ഞ കേട്ടോ, മാർക്ക് ഇല്ലാത്തവരുടെ കാര്യമല്ല. ഒരു 80 എബവ് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ 2 ദിവസം നിങ്ങൾ എയറിലായിരിക്കും. പ്രത്യേകിച്ച് 90 എബവ് കിട്ടിയ ആൾക്കാർക്കൊക്കെ എന്തായിരിക്കും, അവര് 2 ദിവസത്തേക്ക് എയറിലായിരിക്കും, ഏതാണ്ട് ആയി എന്നുള്ളൊരിതാണ്. എന്നാൽ കുറച്ച് ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അവര് പെതുക്കി എന്ത് ചെയ്യും, അവരുടെ പഴയ ഒരു സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലേ. അപ്പൊ ഇതേപോലെ തന്നെയാണ് അത്. അപ്പൊ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്നിട്ട് ടു അറ്റൈൻ സ്റ്റെബിലിറ്റി they emit radiation in the form of spectra.